മന്ത്രി കെ.എം. ഷാജിയുടെ ചിത്രം ഉപയോഗിച്ച് വ്യാജ പ്രചരണം നടത്തിയതിൽ കേസ്. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് കേസെടുത്തത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് മുൻകാല പ്രാബല്യത്തോടെ കുറച്ചെന്നാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും മന്ത്രിയുടെ ഖ്യാതിക്ക് ഭംഗം വരുത്തുന്നതുമെന്നാണ് എഫ്ഐആറിലുള്ളത്. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. വടകരയിലെ നിക്ഷേപകന്റെ മരണം. ഇബ്രാഹിമിന്റെ താമസ സ്ഥലത്ത് അന്വേഷണ സംഘത്തിന്റെ പരിശോധന. വടകര ജില്ലാ ആശുപത്രി പരിസരത്തെ മുറിയിലാണ് അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. ഇബ്രാഹിം മുറിയിൽ സൂക്ഷിച്ച ഏതാനും രേഖകൾ പോലീസ് കണ്ടെത്തി. കൂടുതൽ രേഖകൾ മൊഴി രേഖപ്പെടുത്തണമെന്നും പരിശോധന തുടരുകയാണെന്നും ക്രൈംബ്രാഞ്ച് അറിയിച്ചു. കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ നിക്ഷേപിച്ച തുക ലഭിക്കാത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഇബ്രാഹിം ജീവനൊടുക്കിയത്. കഴിഞ്ഞ ദിവസം കടത്തനാട് സൊസൈറ്റി ഓഫീസിൽ നിന്ന് അന്വേഷണ സംഘം നിർണായക രേഖകൾ പിടിച്ചെടുത്തിരുന്നു. സൊസൈറ്റിക്കെതിരെ വ്യാപക പരാതികൾ ഉയരുന്നതിനിടെയാണ് ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയത്. ഓഫീസ് ലെഡ്ജർ, വൗച്ചറുകൾ, ഡേ ബുക്ക്, കേഷ് ബുക്ക്, വർക്ക് രജിസ്റ്ററുകൾ, സ്ഥിര നിക്ഷേപ ബോണ്ടുകൾ, ചെക്ക് ഇഷ്യൂ രജിസ്റ്റർ, കരാർ സംബന്ധമായ രേഖകൾ എന്നിവയും കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. ഈ അധ്യയന വർഷത്തെ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ഒക്ടോബറിൽ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസം പകർന്നുകൊണ്ട് ഈ അധ്യയന വർഷത്തെ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ ഒക്ടോബറിൽ നടത്തുമെന്ന് ഹയർ സെക്കൻഡറി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എൻ ശംസുദ്ദീൻ അറിയിച്ചു. +2 വിദ്യാർത്ഥികൾ നേരിടുന്ന കടുത്ത മാനസിക സമ്മർദ്ദത്തിന് പരിഹാരം കാണണമെന്ന ആവശ്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അടിയന്തരമായാണ് സർക്കാർ ഈ തീരുമാനമെടുത്തതെന്ന് മന്ത്രി വ്യക്തമാക്കി. മുൻവർഷങ്ങളിൽ +2 പൊതുപരീക്ഷയോടൊപ്പം തന്നെ +1 ഇംപ്രൂവ്മെന്റ് പരീക്ഷയും എഴുതേണ്ടി വന്നത് വിദ്യാർത്ഥികളിൽ കടുത്ത മാനസിക സംഘർഷത്തിന് കാരണമായിരുന്നു. ഇത് ഹയർ സെക്കൻഡറി വിജയശതമാനത്തെ പോലും പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഇത്തവണ +2 പരീക്ഷ എഴുതിയ വലിയൊരു വിഭാഗം കുട്ടികളുടെ പരാജയത്തിന് പരീക്ഷകളുടെ ഈ സമയക്രമം ഒരു പ്രധാന കാരണമായി വിലയിരുത്തപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥികളുടെ പഠനഭാരം കുറയ്ക്കാനും മാനസികാരോഗ്യം സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് പരീക്ഷ ഒക്ടോബറിലേക്ക് മാറ്റാൻ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയത്. വിദ്യാഭ്യാസ വകുപ്പിലെ NGO യൂണിയൻ പ്രതിഷേധത്തിനെതിരെ ലീഗ്. ഇടുക്കിയിൽ വിദ്യാഭ്യാസ വകുപ്പിലെ NGO യൂണിയൻ പ്രതിഷേധത്തിനെതിരെയാണ് ലീഗ് പ്രവർത്തകർ രംഗത്തെത്തിയത്. സ്ഥലം മാറ്റത്തിനെതിരായ പ്രതിഷേധത്തിനിടയിൽ ഇടിച്ചു കയറിയതിനെ തുടർന്ന് പ്രദേശത്ത് ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധക്കാരെ ഭീഷണിപ്പെടുത്തിയ ലീഗ് പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ ഓഫീസിന് പുറത്തിറക്കുകയും ചെയ്തു. ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിലാണ് സംഭവം. വകുപ്പിലെ കൂട്ട സ്ഥലമാറ്റത്തിനെതിരെ ഉപഡയറക്ടറെ തടഞ്ഞുവെച്ച് പ്രതിഷേധിക്കുകയായിരുന്നു NGO യൂണിയൻ. ആംബുലൻസ് പറഞ്ഞ വയോധിക മരിച്ചു. പെരിങ്ങളം സ്വദേശിനി ജാനകിയാണ് മരിച്ചത്. ശ്വാസമുട്ടലിനെ തുടർന്ന് ആംബുലൻസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകവേ കോട്ടപ്പറമ്പിൽ വെച്ച് മറിയുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു.